ധന്യ നമ്മുടെ കമന്റ് ബോക്സിൽ പ്രേക്ഷകൻ പറയണം കേട്ടോ, ഇനി ദളിതൻ പൂജാരി ആവാനൊന്നും പോകണ്ട, പഠിച്ച IAS-കാരനായാൽ മതി. അത്രേ ഉള്ളൂ. ഞങ്ങൾ എന്തിനാ പൂജൻ്റെ പുറകെ പോകുന്നത്? ഞങ്ങളുടെ ഇപ്പം ഈ 710 പേരാണ് വിദേശ യൂണിവേഴ്സിറ്റിയിൽ പോയി ഇപ്പോൾ പഠിക്കുന്നത്. 43,000 പേര് ഈ വർഷം ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും PhD-ക്കുമായിട്ട് ഇന്ത്യയിലും വിദേശത്തും പഠിക്കുകയാണ്. കേരളത്തിൽ ഏറ്റവും നല്ല മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ കേരളം ദളിതർക്കും ആദിവാസികൾക്കും ഏറ്റവും നല്ല വിദ്യാഭ്യാസ സൗകര്യം ചെയ്തു തരുന്നുണ്ട്. ഞങ്ങൾക്ക് പഠിച്ചു മുന്നേറാൻ തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ വരും തലമുറയെല്ലാം ഏറ്റവും നന്നായിട്ട് മഹാത്മാ അയ്യങ്കാളി ആഗ്രഹിച്ച പോലെ പഠിച്ച് മുന്നേറി ഞങ്ങൾ നെഞ്ചു വിരിച്ച് നിൽക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോഴൊക്കെയാണ് ഇവർക്ക് പേടിയാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഇത്രയും വലിയ മുന്നേറ്റം ഉണ്ടായപ്പോൾ ആ മുന്നേറ്റം അതല്ലാന്ന് കാണിക്കാനാണ് ഇത്തരം പോസ്റ്ററുകളിലൂടെ ഞങ്ങൾ അപമാനിക്കുന്നത്. ഇപ്പോൾ പുള്ളി ഇവിടെ വന്നിരുന്ന് പറയും അത് മിസ്റ്റേക്കാണ്, അതൊരു സ്ട്രാറ്റജിക് മിസ്റ്റേക്കാണ്, പിന്നെ അതങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇവർ തന്ത്രപൂർവ്വം ഊരും. പക്ഷേ ഇത് കൃത്യമായിട്ട് ഒരു അജണ്ടയാണ്. സവർണരെ നിങ്ങളുടെ കീഴിൽ SC ST ഇവിടെ ഉണ്ട്, അവരെത്ര വളർന്നാലും അവരിങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള ആ ഒരു അജണ്ട ഊട്ടി ഉറപ്പിക്കലാണ് BJP-യുടെ RSS-ന്റെ ലക്ഷ്യം. അത് പണ്ടായിരുന്നെങ്കിൽ അത് നടന്നേനെ. 2024-ലെ ഞങ്ങളുടെ തലമുറയോടും വരും തലമുറയോടും ഞങ്ങളുടെ പൂർവികരോടും അത് നടക്കില്ല എന്ന് മാത്രമേ എനിക്ക് ഇവരോട് പറയാൻ. ഷാബു കെ സുരേന്ദ്രൻ അതിൽ തിരുത്തേണ്ടതല്ലേ? അത് പദയാത്രയിൽ വന്ന പോസ്റ്റർ ആയതുകൊണ്ട് അതിൽ ഒരു ക്ഷമയും പറയേണ്ടതല്ലേ യഥാർത്ഥത്തിൽ? അതിനെ ന്യായീകരിക്കുന്നതിനപ്പുറം അതിനൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഞങ്ങൾ ചോദിക്കുകയാണ്, നിലപാട് ചോദിക്കുകയാണ്. കെ സുരേന്ദ്രൻ എന്ത് പറയണമെന്ന് കെ സുരേന്ദ്രൻ തീരുമാനിക്കട്ടെ. ഞാൻ അങ്ങോട്ട് നിലപാട് ചോദിക്കാം. എന്ത് പറയുന്നു, എന്റെ നിലപാടേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. സുരേന്ദ്രൻ എന്താണെന്ന് ഇപ്പം ഞാൻ പറഞ്ഞ സുരേന്ദ്രന്റെ വ്യക്തിപരമായ ഒരു കാര്യമോ അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു കാര്യമോ ചോദിക്കുന്നത്, ഒരു BJP എന്ന ഒരു സംസ്ഥാന പാർട്ടി എന്നുള്ള നിലയ്ക്ക് SC ST വിഭാഗത്തെ അധിക്ഷേപിച്ചു എന്ന ഒരു ആരോപണം വ്യാപകമായി വരുന്ന പശ്ചാത്തലത്തിൽ അധിക്ഷേപം ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്ന ഒരു വാക്ക് കെ സുരേന്ദ്രൻ പറയേണ്ടതുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ മറുപടി പറയാമെങ്കിൽ പറയാം. അതിൻ്റെ അകത്ത് അധിക്ഷേപമൊന്നുമില്ല. അധിക്ഷേപമായിട്ട് വ്യാഖ്യാനിക്കേണ്ടവർക്ക് വ്യാഖ്യാനിക്കാൻ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഇനിയിപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ചുമതല വഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന ഒരു അഭിപ്രായവും എനിക്കുണ്ട്. അല്ലാതെ കെ സുരേന്ദ്രൻ ഇനി എന്ത് പറയണം എന്ത് പറയരുതെന്നും പറയാൻ ഞാൻ ആളല്ല. അദ്ദേഹം പറയേണ്ടതുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. പറയേണ്ടതുണ്ട് എന്നാണ് എന്റെ നിലപാട്. പറയേണ്ടതുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. താങ്കൾ നിലപാട് പറയില്ല. അത് വിട്. അതാ പറഞ്ഞു, എനിക്ക് അതിൻ്റെ അകത്ത് അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല. അഭിപ്രായം പറയാനും പറ്റില്ല. പറയാൻ പറ്റില്ല. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിഭാഗത്തിന് വേദനയോ സങ്കടമോ ഉണ്ടാക്കിയെങ്കിൽ മാപ്പ് പറയണം എന്നാണ് എന്റെ നിലപാട്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു വിഭാഗത്തിനും അങ്ങനെ വേദന സങ്കടമൊന്നും ഉണ്ടാക്കിയെന്ന്. ഇവിടെ ഇരുന്ന ധന്യാരാമനും ഇവർക്ക് നൗഷാദ് അലിക്കും ഒക്കെ അത് കിട്ടിയ ഒരു അവസരമാക്കി. അയ്യോ ഞങ്ങൾക്ക് വേദനിക്കുന്നു മാത്രമല്ല ഒരുപാട് ദളിത് സംഘടനകൾ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം മാത്രമല്ല ഒരുപിടി സംഘടനകൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് 3 4 സംസ്ഥാന നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ദളിതർ എന്ന് പറഞ്ഞ് ഇവരുണ്ടാക്കുന്ന ഒരു കോലാഹലം ഉണ്ടല്ലോ, അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഒരു SC ST ഭക്ഷണം കഴിക്കുന്നതിന് ഇവിടെ ഭക്ഷണം കഴിക്കുന്ന SC ST നേതാക്കൾക്കൊപ്പം ഒന്ന് വെണ്ടക്കയിൽ എഴുതി വെച്ച പാർട്ടിക്കാരാ പറയുന്നത്. ഇവിടെ ഇരുന്ന് ഒന്ന് പറഞ്ഞ് രണ്ടല്ല, ബാക്കി വിഷയമൊക്കെ പോട്ടെ, ബാക്കി വിഷയം എല്ലാം പോട്ടെ. ഭക്ഷണം കഴിക്കുന്ന SC ST നേതാക്കൾക്കൊപ്പം ഇന്ന് വെണ്ടക്കയിൽ പോസ്റ്റർ അടിച്ചു വെച്ച പാർട്ടിക്കാരാ പറയുന്നത് അല്ലേ? ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ധന്യ പറഞ്ഞത് എന്താണ്? അവിടെ ഷാബു പ്രസാദ് ചിരിക്കുന്നു, ഞാനൊരു ദളിതയായതുകൊണ്ടായിരിക്കും, എന്നെ കളിയാക്കി ഈ രീതിയിലുള്ള വളച്ചൊടിക്കലൊക്കെ അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ആഘോഷിക്കുന്ന ഒരു അവസരമായി. കേരളത്തിൽ ചർച്ചയായി, അത് വലിയ ട്രോളായി. അതുകൊണ്ടുകൂടിയാണ് ഈ പറയുന്ന IT സെൽ കൺവീനറോട് വിശദീകരണം ആരായുന്നത്. അതിനപ്പുറം BJP അതിൽ നടപടിയെടുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.